ഞാൻ മലയാറ്റൂർ നിരീക്ഷണം ഗ്രാമപഞ്ചായത്ത് വാർഡ് 9 മെമ്പറാണ്. പേര് സേവർ വടക്കഞ്ചേരി. നമുക്ക് ഇനി മലയാറ്റൂർ തിരക്കിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ തന്നെ പുഴയിലെ ആളുകൾ കുളിക്കാൻ കൂടുതൽ ഇറങ്ങുകയും ചെയ്യുന്നു. വർഷങ്ങളായിട്ട് ഇവിടെ ഈ പുഴയിൽ കുളിക്കാൻ പോകുന്ന ആളുകൾ പലരും പള്ളി പറയുന്ന കാര്യം അനുസരിക്കാതെയാണ് പുഴയിൽ പോയി മരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷം തുടർച്ചയായിട്ട് മരണമുണ്ടായി. ഈ വർഷവും ഒരു 2 മാസം മുമ്പ് രണ്ടാൾ മരിക്കുകയുണ്ടായി. അത് പ്രധാനപ്പെട്ട കാരണം പള്ളി എല്ലായിടത്തും ബോർഡ് വെച്ചിട്ടുണ്ട്. അപകട മേഖല ബോർഡ് വെച്ചിട്ടുണ്ട്, ചുറ്റും റിബൺ കെട്ടിയിട്ടുണ്ട്, സെക്യൂരിറ്റിക്കാരുണ്ട്. എന്നാൽ ഇതിനെല്ലാം അതിലംഘിച്ചുകൊണ്ട് തീർത്ഥാടകൻ ഞങ്ങൾക്കെല്ലാം നീന്തൽ അറിയാവുന്ന ഭാവത്തോടു കൂടി ഇറങ്ങും. ഇവിടെ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഉണ്ടാവുള്ളൂ, പക്ഷേ പെട്ടെന്ന് കുഴിയിലേക്ക് വീഴുന്ന അവസ്ഥയുള്ളത്. അതിൻ്റെ പല ഭാഗത്തും നടന്നു പോകുന്ന ഭാഗമൊക്കെ കുറച്ച് വെള്ളം ഉണ്ടാവുമെങ്കിലും പെട്ടെന്ന് കുഴിയിലേക്ക് വീഴുകയും ആൾ മരണപ്പെടുകയും ചെയ്യുന്നത്. പള്ളി വളരെ വലിയ സുരക്ഷ ഒരുക്കുന്നത്. ഫയർഫോഴ്സിൻ്റെ ടീമുണ്ട്, ഒപ്പം തന്നെ ഇവിടെ ഗാർഡുമാരുണ്ട്, സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ദയവ് ചെയ്ത് ഈ പുഴയിലിറങ്ങുമ്പോൾ പള്ളി നിർദ്ദേശിച്ച സ്ഥലത്ത് മാത്രം കുളിക്കാൻ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഒപ്പം അപകടമുണ്ടായാൽ മരണശേഷമാണ് പള്ളി അറിയുന്നത് ഇങ്ങനെ അപകടമുണ്ടായിട്ടുണ്ടോ ഒക്കെ. അവിടെ ആരും രക്ഷിക്കാൻ സാധിക്കാറില്ല. നിങ്ങളെ ചതിക്കുഴികളുള്ള പുഴയാണിത്, ഒത്തിരി ചതിക്കുഴിയുള്ള പുഴയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ പള്ളി നിർദ്ദേശിക്കുന്ന ആ നിർദ്ദേശങ്ങളെല്ലാം പാലിക്കണം, അല്ലെങ്കിൽ നിങ്ങളെയും ഈ വിപത്ത് പിന്തുടരാൻ സാധ്യതയുണ്ട്. താങ്ക് യു. പള്ളിയിൽ തിരക്ക് വർദ്ധിക്കുന്നതനുസരിച്ച് പുഴയിലും തിരക്ക് വർദ്ധിക്കും. അപ്പോൾ കൂടുതൽ പള്ളി ഒത്തിരി പേരുകളെ 10-15 ആളുകളെ ഗൈഡ് നിർത്തിയിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണമായിട്ട് ഫയർഫോഴ്സ് ഉണ്ടാവും, മുങ്ങൽ വിദഗ്ധരുണ്ടാവും, പിന്നെ മറ്റു വാഹന സൗകര്യമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഇങ്ങനെയുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ചുറ്റും പുഴയ്ക്ക് ചുറ്റും പള്ളി ക്രമീകരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ അപകടമേഖല അതും കടന്നു പോയിട്ടുള്ള മരണങ്ങൾ പലപ്പോഴും അറിയുന്നത് മരണശേഷമാണ്. അതുകൊണ്ട് പള്ളിയുടെ ഒത്തിരി സുരക്ഷാ ക്രമീകരണം പള്ളി ചെയ്തിട്ടുണ്ട്. ഗാർഡുമാരുണ്ട്, ഫുൾ ടൈം വാച്ചർമാരുണ്ട്, ക്യാമറ നിരീക്ഷണമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് ഈ കുളിക്കാറിയുന്നവർ പള്ളിയുടെ എല്ലാ ക്രമീകരണം പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പോരെ, ദയവ് ചെയ്ത് മദ്യം കഴിച്ചിട്ട് പുറയിലിറങ്ങരുത്. ഒപ്പം തന്നെ പലപ്പോഴും കാണുന്നത് കടലിലൊക്കെ ഉള്ള ആളുകൾ പറയും ഞങ്ങൾക്ക് അറിയാം, നീന്തൽ അറിയാമെന്നുള്ള ഭാവത്തിന് വരും. അങ്ങനെയല്ല, ഈ പുഴ ചതിയുള്ള പുഴയാണ്, കൊച്ചു കുഴികളുണ്ട്. അതുകൊണ്ട് മദ്യം കഴിക്കാൻ പാടില്ല, കുട്ടികളെ പുഴയിലൊക്കെ സൂക്ഷിക്കണം. ഒപ്പം തന്നെ പിടിച്ചു വലിച്ച് നടക്കാൻ പാടില്ല. ഒരാൾ പോയി അടുത്ത ആൾ പോകുന്ന അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് വെള്ളം തന്നെ ഇടയ്ക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ അതനുസരിച്ച് തന്നെ പള്ളി അതിനെ ക്രമീകരണം ചെയ്യുന്നുണ്ട്. എങ്കിലും സുരക്ഷ മുന്നേ പറയാണ്, ദയവ് ചെയ്ത് പള്ളി നിർദ്ദേശിച്ച സ്ഥലത്ത് മാത്രം കുളിക്കാൻ അഭ്യർത്ഥിക്കുന്നു.